മുകേഷ് MLA-ക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ് രാവിലെ മുതൽ വന്ന വാർത്ത. അത് കേവലം ഒരു പീഡനാരോപണത്തിൽ കേവലം ഒരു കേസ് എന്നതിനപ്പുറം നമ്മുടെ നാടിൻ്റെ MLA ആണ്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വാർത്തയിൽ കുറച്ചു നേരം കൂടി നിൽക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കേസെടുത്താൽ രാജി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോൾ ഉടൻ തന്നെ MLA സ്ഥാനം, ഇപ്പോൾ ആ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നല്ല, MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതിഷേധം എത്ര കണ്ട് കനക്കാനിടയുണ്ട് ദിലീപ് കുമാർ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. മുകേഷിനെ സംബന്ധിച്ച് CPIM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് മുകേഷിനെ CPM കൈവിടുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CPIM-നെ സംബന്ധിച്ച് മുകേഷിനെ സംരക്ഷിച്ച് നിർത്തുക എന്നത് അവരെ സംബന്ധിച്ച് ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധമുള്ള പ്രതിരോധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് CPIM-ന് തീരുമാനമെടുക്കേണ്ടി വരും. അടിയന്തിരമായി ഈ സിനിമാ നയവുമായി ബന്ധപ്പെട്ട രൂപീകരണ സമിതിയിൽ നിന്ന് അതിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുന്നതിന് നേരത്തെ CPIM ആലോചിച്ചിരുന്നതാണ്. അദ്ദേഹം സ്വയം ഒഴിയട്ടെ എന്ന നിലപാടാണ് നേരത്തെ CPIM സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കമ്മിറ്റി തന്നെ പെട്ടെന്ന് പുനഃസംഘടിപ്പിക്കുക എന്ന നിലയിലേക്ക് CPIM പോയേക്കും. നേരത്തെ തന്നെ അതിലുള്ള ഈ സമിതിയിലെ 2 അംഗങ്ങൾ, അത് ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ രാജീവ് രവി, മഞ്ജു വാര്യർ എന്നിവർ ഈ സമിതിയുമായി സഹകരിക്കില്ല എന്ന കാര്യം അറിയിച്ചിരുന്നു. മറ്റ് 2 പേർക്കെതിരായി ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുകേഷിനും അതോടൊപ്പം തന്നെ സംവിധായകൻ B ഉണ്ണികൃഷ്ണനുമെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൽ B ഉണ്ണികൃഷ്ണനെതിരെ സംഘടനാപരമായ കാര്യങ്ങളാണ്, അതായത് തൊഴിലാളി വിരുദ്ധ നടപടികളാണ് B ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ആഷിഖ് അബുവിനെ പോലുള്ള CPIM സഹയാത്രികരായ സംവിധായകർ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്നവർക്കെതിരായി അവരെ ഒഴിവാക്കിക്കൊണ്ടുകൂടി ഈ സമിതി പുനഃസംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ CPIM ആലോചിക്കുന്നത്. പ്രധാനമായും മുകേഷിനെതിരെ ഇപ്പോൾ മരട് പോലീസ് 354 പ്രകാരം കേസെടുത്ത സാഹചര്യത്തിൽ, അതായത് സ്ത്രീയുടെ മാന്യതയ്ക്കെതിരായ അധിക്ഷേപം, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുകേഷിനെ CPIM സംരക്ഷിക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. അത് നേരത്തെ CPIM സ്വീകരിച്ചിരുന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട്. ഒരുപക്ഷെ മുകേഷിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ നിലയിലുള്ള വിമർശനം CPIM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിടേണ്ടി വരും. ആ വിമർശനം ഒഴിവാക്കുന്നതിന് മുകേഷിനോട് MLA സ്ഥാനം രാജിവെക്കാൻ CPIM ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, അതായത് കോടതിയിലൊക്കെ പോയി നിയമ പോരാട്ടത്തിലൂടെ ഇതിൻ്റെ വസ്തുത എന്ത് എന്ന് തിരിച്ചറിയും വരെ താൻ MLA സ്ഥാനത്ത് നിന്ന്, ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ സ്വയം സന്നദ്ധനാകുമോ മുകേഷ് എന്നതാണ് കാതലായ ചോദ്യം. ഏതായാലും CPIM-നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ CPIM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം മുകേഷിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ തുടരുകയാണ്. ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തിയ ഒരു പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ പ്രതിപക്ഷ MLA-മാരും മുൻപ് ആരോപണ വിധേയരായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കേസിൽ ഒരു ശുദ്ധികലശം നടത്തി തിരികെ വന്ന് ഈ കാര്യങ്ങൾ തെളിയിക്കുകയായിരുന്നു പറഞ്ഞു. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു ലൈംഗിക അതിക്രമം എന്നതിലുപരിയായി ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം. ആ അവകാശത്തെ കൂടെ ഹനിക്കുന്നതല്ലേ ഇത്തരം പ്രവർത്തനങ്ങൾ? അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിരോധത്തിനൊക്കെ ഇവിടെ ഒരു സ്ഥാനമുണ്ടോ? ക്രിസ്റ്റീന, ഈ ഒരു ന്യായമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല CPIM നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ബെഞ്ചിലുള്ള 2 MLA-മാർ നിലവിൽ ഇത്തരം ആരോപണം നേരിടുന്നവരാണ്, ബലാത്സംഗ കേസ് നേരിടുന്നവരാണ്. അത് M വിൻസെൻറ്റും, കോവളം MLA M വിൻസെൻറ്റും മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയുമാണ്. അത്തരത്തിലുള്ള 2 MLA-മാർക്കെതിരെ കോൺഗ്രസ് യാതൊരു നടപടിയും എടുത്തില്ല. അവർ MLA സ്ഥാനം രാജിവെച്ചില്ല. ആ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇപ്പോൾ മുകേഷിൻ്റെ രാജി അവർ ആവശ്യപ്പെടുന്നില്ല. അവർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ്, ഇത്തരം നേതാക്കളൊക്കെ പറഞ്ഞത് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് CPIM ആണെന്നാണ്. കാരണം മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ മറുവശത്തുള്ള പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിലെ 2 MLA-മാരുടെ കാര്യത്തിൽ അവർ എന്ത് നടപടിയെടുത്തു എന്ന തരത്തിലുള്ള ചർച്ചയും ആരോപണങ്ങളുമൊക്കെ ഉയർന്നു വന്നേക്കാം എന്ന് കരുതിയാകാം ഈ നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു മുൻകരുതലെടുത്തത്. പക്ഷേ സാധാരണഗതിയിൽ CPIM നേതാക്കളൊക്കെ പറയാറുള്ള കാര്യം, കോൺഗ്രസ് വേറെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ, 2 പാർട്ടികളുടെയും ശൈലിയും നയങ്ങളുമൊക്കെ വ്യത്യസ്തമാണ് എന്ന് ആവർത്തിക്കുന്ന നേതാക്കളാണുള്ളത്. അതുകൊണ്ട് ഇത്തരമൊരു കാര്യം വരുമ്പോൾ, പ്രത്യേകിച്ചൊരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ളത്. അത്തരമൊരു ആരോപണം വരുമ്പോൾ അതിനെ ഈ നിലയിൽ കോൺഗ്രസിൻ്റെ MLA-മാർ രാജിവെച്ചില്ലല്ലോ എന്ന നിലയിലുള്ള ഒരു സമീകരണമല്ല വേണ്ടത്.
മറിച്ച് ശക്തമായ നടപടി CPIM എടുക്കുന്നു എന്ന നിലയിലുള്ള ഒരു സന്ദേശമാണ് സമൂഹത്തിന് നൽകേണ്ടത് എന്ന് വാദിക്കുന്ന ചില നേതാക്കളും CPIMലുണ്ട്. പ്രത്യേകിച്ച് കൊല്ലത്തടക്കം പല നേതാക്കളും ഈ സാഹചര്യത്തിൽ മുകേഷിനെതിരെ അവർ കമ്മിറ്റിയിലടക്കം CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലടക്കം ഇത്തരത്തിലുള്ള വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMും ഇക്കാര്യത്തിൽ ഇനി എന്തു നടപടിയായിരിക്കും സ്വീകരിക്കുക. കാരണം കേസെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കേസെടുക്കുമ്പോൾ സ്വാഭാവികമായും പോലീസിന് അറസ്റ്റ് ചെയ്യാം. ആ അറസ്റ്റ് ഒഴിവാക്കുന്നതിന് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാം. അതല്ലെങ്കിൽ ആ മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ ഒളിവിലിരിക്കേണ്ടി വരും. ആ നിലയിലേക്ക് ഒരു ജനപ്രതിനിധി പോവുക എന്നത് CPIMനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു MLAക്കെതിരെ ആരോപണം, പല നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് CPIMനെ സംബന്ധിച്ച്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളെ വയ്ക്കുക, അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് CPIM തന്നെ നിയോഗിക്കുന്ന CPIM നേതാക്കളടങ്ങിയ കമ്മീഷനാണ് നേരത്തെയൊക്കെ നേതാക്കൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ വന്നപ്പോൾ CPIM ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറി പോലീസിലേക്ക് പരാതികൾ എത്തിയിരിക്കുകയാണ്. അത് CPIMുമായി ബന്ധപ്പെട്ട CPIM അംഗങ്ങളുടെ കാര്യമല്ല. അതുകൊണ്ട് തന്നെ പോലീസിലേക്ക് ഈ പരാതി എത്തുമ്പോൾ CPIM ഇക്കാര്യത്തിൽ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം എന്ന നിലപാടുള്ളവർ ആ പാർട്ടിയിലുണ്ട്. പക്ഷേ അവരിപ്പോഴും ഇക്കാര്യത്തിലൊരു തീരുമാനം CPIM എടുത്തിട്ടില്ല. CPIMന്റെ ദേശീയ നേതാവായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട് അടക്കം ഇക്കാര്യത്തിൽ മുകേഷിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഘടകകക്ഷിയായ CPI ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ആനി രാജ രംഗത്ത് വന്നു കഴിഞ്ഞു. CPIയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുതിർന്ന നേതാവായ K പ്രകാശ് ബാബു അദ്ദേഹവും ഈ കാര്യത്തിൽ മുകേഷ് രാജിവെക്കുന്നതാണ് അഭികാമ്യമെന്ന നിലയിലേക്ക് അദ്ദേഹവും പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഈ നിലയിൽ CPIയുടെ നേതാക്കളൊക്കെ തന്നെ രംഗത്തെത്തുകയാണ്. CPIMൽ മുകേഷിനോട് എതിർപ്പുള്ളവർ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മുകേഷ് രാജിവെച്ച് മാന്യത കാട്ടണം എന്ന അഭിപ്രായമുള്ളവർ അവർ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലെങ്കിലും പാർട്ടി ഘടകങ്ങളിലൊക്കെ ആ നിലയിലുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ CPIMന്റെ പോഷക സംഘടനകൾ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ളവയുണ്ട്. ആ സംഘടനകളുടെയൊക്കെ നേതാക്കളെ തെരുവിലേക്ക് കൊണ്ടുവന്ന് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിന് പകരം ഒരുപക്ഷെ മുകേഷ് സ്വയം രാജിവെച്ച് പോകുന്നതിനുള്ള ഒരു അവസരം CPIM ഉണ്ടാക്കിയേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും CPIMന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. മാത്രമല്ല നേരത്തെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണം അത് CPIMന്റെ MLAമാർക്കോ മന്ത്രിമാർക്കോ എതിരെയല്ല. നേരത്തെ ഇടതുമുന്നണി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെ നീലലോഹിതദാസൻ നാടാർക്കെതിരെ EK നയനാർ മന്ത്രിസഭയുടെ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണമുണ്ടായിരുന്നു. 2 വനിതാ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ അന്ന് പരാതിപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് CPI അക്കാര്യത്തിൽ അന്നൊരു കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചിരുന്നു. CPIയുടെ അന്നത്തെ 2 പ്രമുഖ നേതാക്കൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരെ കണ്ട് നീലലോഹിതദാസൻ നാടാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും പിന്നീട് 1ാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് ഹണി ട്രാപ്പ് വിവാദവുമായി ബന്ധപ്പെട്ടൊരു സ്വകാര്യ ചാനൽ ഹണി ട്രാപ്പ് വിവാദം കൊണ്ടുവരികയും അന്ന് AK ശശീന്ദ്രനെതിരെ ഇത്തരം ആരോപണം ഉയർന്നു വന്നപ്പോഴുമൊക്കെ 2 പേരെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. MLA സ്ഥാനം 2 ഘട്ടങ്ങളിലും, അതായത് നീലലോഹിതദാസൻ നാടാരോ AK ശശീന്ദ്രനോ രാജിവെപ്പിച്ചിരുന്നില്ല CPIM നേതൃത്വം. പക്ഷേ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണം വളരെ ഗുരുതരമായ ആരോപണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുകേഷിനെ സംബന്ധിച്ച് മുകേഷിനെ കൈവിടുകയല്ലാതെ CPIMന് മാർഗമില്ല എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗ കുറ്റമാണ് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്നൊരു വാർത്ത മുകേഷ് കേസിൽ പെട്ടെന്ന് CPIM രാജി തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ്. UDFന് 2 MLAമാർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടും രാജിവെച്ചിട്ടില്ല എന്നത് CPIM പ്രചരണമാക്കാൻ പോകുന്നു. സിനിമ ആരോപണം രാഷ്ട്രീയ പ്രചരണമാക്കുമ്പോൾ രാഷ്ട്രീയമായി നേരിടാനാണ് CPIM നേതൃത്വത്തിന്റെ നിലപാട് എന്നുകൂടി പറയുന്നു. അപ്പോൾ ഒരു നടക്കി അതൊന്നും തീരാൻ പോകുന്നില്ല എന്നാണ് അർത്ഥം. അതെ, എടുത്തുചാടി രാജി വേണ്ടെന്നാണ് ഇപ്പോൾ CPIMന്റെ നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിൽ തെറ്റുകാരനാണെങ്കിൽ സംരക്ഷണം ഉണ്ടാകില്ല എന്ന് പാർട്ടി പറയുന്നു. ആരോപണ വിധേയർ സ്വയം രാജിവെക്കുക, അല്ലാതെ പാർട്ടി രാജി ആവശ്യപ്പെടില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.